നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന വേദ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അനിയൻകുട്ടനെ മാറ്റം ഉണ്ടാകുന്നത്. കാരണം ഇതിനു മുമ്പ് അനിയൻകുട്ടൻ നിർബന്ധിച്ചാൽ മാത്രമാണ് അനിയൻകുട്ടൻ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, അനിയൻകുട്ടൻ ചായയൊക്കെ എടുത്ത് കുടിച്ചു. അതൊരു നല്ല മാറ്റമായിട്ട് വേദയ്ക്ക് തോന്നി. ആ സമയത്ത് വിക്രം ആ കാഴ്ച കണ്ടു. വിക്രം പെട്ടെന്ന് അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് എന്നിട്ട് അനിയൻകുട്ടാന്ന് വിളിച്ചു. പക്ഷേ അതിന് കൂടുതലായിട്ടൊന്നും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും മുമ്പത്തത്ര ആ ദേഷ്യവും കാര്യങ്ങളൊന്നും അനിയൻകുട്ടൻ്റെ മുഖത്ത് കണ്ടില്ല. അപ്പോഴേക്കും ഗീവറീസ് പറഞ്ഞു, അതെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇന്നലെ പ്രാർത്ഥിപ്പിച്ചല്ലേന്ന് ചോദിച്ചു. അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ശരിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് ശരിയാ. മേരി പറഞ്ഞു, അതെ ആ അച്ഛനെ നല്ല അത്ഭുതമുള്ള അച്ഛൻ തന്നെയാ. ആത്മീയപരമായിട്ട് ആ അച്ഛന് നല്ല കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ജോർജ് ഡോക്ടറുടെ മരുന്നും കൂടെ ആയി കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും അനിയൻകുട്ടനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നൊക്കെ മേരിയും ഗീവർഗീസും പറയുന്നുണ്ട്. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിക്രം പറഞ്ഞു, അത് വേണം ചേട്ടാ. കാരണം ഇവനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ഞങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മേരി ചോദിച്ചു, അല്ല അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല ഞാനങ്ങോട്ട് പറഞ്ഞ ഇവൻ എത്രയും നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിയുന്നേ, എത്ര നല്ല സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളൊക്കെ കഴിഞ്ഞിരുന്നതെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞു. മേരിക്കും ഗീവേഴ്സിനും മനസ്സിലായി അനിയൻകുട്ടനെ ഇവ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നീട് മേരി പറഞ്ഞു, വേദേ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ മേരിയും വേദയും കൂടെ തേയിലക്കാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ആദ്യമായതുകൊണ്ട് വേദയ്ക്ക് അങ്ങനെ തേയില കൊളുത്തതുള്ളായിരുന്നു അറിയണ്ടായിരുന്നില്ല. പക്ഷേ മേരി അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ വേദ പെട്ടെന്ന് തന്നെ അത് പഠിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് പ്ലാന്റേഷൻ മാനേജർ വരുന്നത്. അയാൾ നോക്കി വേദയെ, അയാൾക്കെന്തോ വേദയെ കണ്ടു കഴിയുമ്പോൾ വല്ലാത്തൊരിത്. ഇത്ര നല്ലൊരു സുന്ദരി പെണ്ണ് അത് കൊളുന്തുള്ളനായിട്ട് ഈ തേയിലത്തോട്ടത്തിലേക്ക് വരണമെങ്കിൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇവിടെ ഏതോ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചാന്ന് തോന്നേ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മേരിയോട് വന്ന് വേദയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മേരി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല സാറേ. പിന്നെ എൻ്റെ ചേട്ടൻ കൊണ്ടുവന്നതാ. ചേട്ടൻ്റെ ഏത് കൂട്ടുകാരൻ്റെ ഫ്രണ്ടൊക്കെയാന്ന് പറഞ്ഞു. സ്നേഹിച്ച് കല്യാണം കഴിച്ച് വന്നിരിക്കുന്നതല്ലേ, പിന്നെ നമ്മൾ എന്തിനാ കൂടുതൽ ചോദിക്കുന്നത്? അവരെവിടെയും നല്ല രീതിയിൽ ജീവിക്കേണ്ടതിനെ. ശരി ശരി, കുഴപ്പം പിടിച്ച കേസൊന്നും അല്ലേന്ന് ചോദിച്ചു. എന്ത് കുഴപ്പം പിടിക്കാനായിട്ട്, അത് നിങ്ങൾ രണ്ട് പാവങ്ങളാന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാന്റേഷൻ മാനേജർ അങ്ങോട്ട് പോയി. വേദയുടെ അടുത്തുനിന്ന് മേരി പറഞ്ഞു, അയാൾ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വേദയെക്കുറിച്ച്. എന്നിട്ടോ ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനായിട്ടാ? നല്ലത് മാത്രമല്ലേ ഞാൻ പറയത്തുള്ളൂ, അല്ലാതെ വേദയൊക്കെ കുറ്റപ്പെടുത്തി ഞാൻ എന്തെങ്കിലും പറയുമെന്ന് ചോദിച്ചു. അതിനുശേഷം വേദയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേദ കൂടുതലായിട്ടൊന്നും അധികമൊന്നും മേരിയോട് പറഞ്ഞില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ശത്രുക്കൾ എപ്പോഴേത് നിമിഷമോ കയറി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വേദ നന്നായിട്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ പണിയൊന്നും വേദയ്ക്ക് വശമില്ലാത്ത വീട്ടിലാണെങ്കിൽ കൈ കഴിയും അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഒടുവിൽ വൈകുന്നേരം ക്ഷീണിച്ച് തളർന്ന ഒരു പരുവായിട്ട് നന്നായിട്ട് മുഖമൊക്കെ കരിവാളിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. ആ സമയം വിക്രം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേദയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര വിഷമമായി. വിക്രം പറഞ്ഞു, വേദേ നാളെ മുതൽ നീ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ജോലിക്ക് പോകണ്ടെന്നോ? അതെന്താ? എനിക്ക് നല്ല ഈസി ആയിട്ടാണ് തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ ഈസി ആയിട്ട് നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ വേദ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് വിക്രം പോയി വേദയ്ക്ക് ചൂട് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് വേദയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്തോ പനിക്കാൻ പോകുന്ന പോലെ വല്ലാത്തൊരു ചൂടും വിറയലും ഒക്കെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മൂടി പൊതിച്ച് കിടക്കുന്ന വേദയെ കണ്ടേ. വിക്രം ഒന്നും ഞെട്ടിപ്പോയി. എന്താ വേദ എന്താന്നൊക്കെ ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴേക്കും വേദ വന്ന് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ചുട്ടു പൊള്ളുന്ന പനി. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു, ഒരു തുണിയൊക്കെ നനച്ച് വേദയുടെ നെറ്റിയെ കൊണ്ടിരുന്നുണ്ട്. അതിനുശേഷം ഒരു ചുക്ക് കാപ്പി എടുത്തുകൊണ്ട് വരണം, ഇത് കുടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേപ്പിച്ചിരുത്തി കുടിപ്പിച്ചു. പിന്നീട് വേദയെ തന്നെ മടിയിലേക്ക് കിടത്തിയിട്ട് ആ മുടിയിഴകളിലൊക്കെ തലോടി കൊടുക്കുന്നുണ്ട്. വേദയ്ക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസമൊക്കെ തോന്നി. ഈ സമയത്ത് തന്നോടൊപ്പം വിക്രം ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു ചിന്തയൊക്കെയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം വേദ ജോലിക്ക് വന്നിറങ്ങിയപ്പം വിക്രം സമ്മതിച്ചില്ല. വേണ്ട പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ വേദ വിട്ടുകൊടുത്തില്ല. വേദ പോവുക തന്നെ ചെയ്തു. ആ സമയത്ത് ഗീവറീസ് വരുന്നുണ്ട് അങ്ങോട്ട്. ഗീവറീസ് വന്നിട്ട് വിക്രത്തൻ കൂട്ടി നേരെ പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പം അനിയൻകുട്ടനെ അവിടെ ഇരുത്തിയാൽ മതി, വിക്രത്തിന് അവിടെ ജോലി ചെയ്യാൻ ചെയ്യാം. അപ്പം പള്ളി പോയൊക്കെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ പറമ്പ് കളിക്കാനും വിറക് വെട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
പറമ്പൊക്കെ ഒന്ന് കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമ്പൊക്കെ ഒന്ന് കോതി ഒതുക്കാനൊക്കെ ആയിട്ട് വിക്രവും ഗീവറീസും കൂടെ ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് പണികളൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗീവറീസ് ചോദിച്ചു, അല്ല വിക്രത്തിന് ഇതൊക്കെ പരിചയമുള്ളതാണെന്ന് ചോദിച്ചു. അങ്ങനെ പരിചയമൊന്നുമില്ല ഏട്ടാ, പിന്നെ ആവശ്യം വന്നിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, അതാ വെട്ടില കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് പരിചയമൊന്നും ഇല്ലാന്ന്. വിക്രം പറഞ്ഞു, പക്ഷെ എന്നാലും ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അതെ ജീവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നു പോവാണ്. വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ തന്നെ അവർക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. അതേ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ട്, വേദയും വിക്രം എവിടെയാണ്. പക്ഷെ അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അനിയൻകുട്ടന് ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് ജോർജ് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് അധികം നാളിങ്ങനെ നീണ്ടു പോകത്തില്ല, അധികം വൈകാതെ തന്നെ ഇയാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിലേറ്റ ആ ഷോക്കാണ് അതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. വേദയും വിക്രം ആ സന്തോഷത്തിലായിരുന്നു. സത്യങ്ങളൊക്കെ ചിലപ്പം അധികം വൈകാതെ തന്നെ ഇപ്പം പറയുമെന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അനിയൻകുട്ടന് ആ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു വരുവാണ്. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻകുട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ശ്രീകാന്താണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ വേദ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റും? അതുകൊണ്ട് അനിയൻകുട്ടൻ എന്ത് ചെയ്തു, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അനിയൻകുട്ടൻ തനിക്ക് പൂർണ്ണമായിട്ട് അസുഖം മാറിയ കാര്യമൊന്നും പറയാനും പോയില്ല. ചിലപ്പം താനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയുടെ വിക്രത്തിൻ്റെ ജീവിതം കൂടെ അപകടത്തിലാവുന്നൊരു ചിന്ത അനിയൻകുട്ടൻ്റെ മനസ്സിലുണ്ടായി. തന്നെ ഇത്രമാത്രം സംരക്ഷിച്ചിട്ട് അവർക്കൊരാപത്തുണ്ടാകുന്ന കാണാൻ അനിയൻകുട്ടന് സമ്മതിച്ചതുമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അനിയൻകുട്ടനും വ്യക്തമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിക്രം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുവാണ്. തിരിച്ചു വരുന്ന സമയത്താണ് വിക്രത്തിന് പരിചയമുള്ള ഒരാളെ കാണുന്ന വിക്രം. അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം ഒന്നും ഞെട്ടിപ്പോയി ആദ്യം. പക്ഷെ അയാളെ കണ്ടുമല്ലോ എന്ന് വിക്രത്തിനുള്ളിൽ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം വന്നിട്ട് വേദയോട് വിക്രം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന പറഞ്ഞ് ഞാൻ അയാളെ കണ്ടായിരുന്നു, എന്നെ കണ്ടുവന്ന് സംശയമുണ്ട് വേദ പറഞ്ഞു, പണിയാകുമോ? അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും നമ്മൾ സഹിക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് മൈക്കിളച്ചന് ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ പതിവ് പോലെ തന്നെ അനിയൻകുട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു. അങ്ങനെ അനിയൻകുട്ടൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അനിയൻകുട്ടൻ പഴയ ബോധത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് വല്ലാത്തൊരു അന്താളിപ്പായിരുന്നുണ്ടായിരുന്നേ. അച്ഛനല്ലെങ്കിൽ തന്നെ അവരുടെ വരവിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വന്നതിൻ്റെ കാരണം ഇത് ഒളിച്ചോടി വന്നൊന്നുമല്ല, വേറെന്തോ കാരണം ഉണ്ടായിട്ടാണ്. പിന്നീട് വിക്രത്തെ വിളിപ്പിക്കുന്നുണ്ട് അച്ഛന്. വിക്രത്തെ അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. വിക്രത്തിന് ആത്മാർത്ഥം കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം. അങ്ങനെ വിക്രത്തെ വിളിച്ചിട്ട് വിക്രത്തോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വിക്രം തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം വള്ളി വിടാതെ പറയണം. ഇവിടെ വന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആയിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് അച്ഛൻ പറഞ്ഞു, ഇനി ഇവിടേക്ക് എങ്ങാനും അവർ വരുവാണെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും സത്യങ്ങൾ തെളിയുന്നോടം വരെ അവർക്ക് പിടികൊടുക്കരുതെന്നൊക്കെ മൈക്കിളച്ചൻ പറഞ്ഞു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് ആശ്വാസം തോന്നി. പക്ഷെ മൈക്കിളച്ചൻ പറഞ്ഞു, ശത്രുക്കൾ എപ്പോഴും ഏത് നിമിഷം മേളിലും വരാമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ട് അവരെന്നെ കൊന്നോട്ടെ അച്ചോ, എന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാരണവശാലും അവർ ഒന്നും അറിയരുത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നുപോയി. കാരണം വിക്രത്തെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അച്ഛനാണെങ്കിലും ഈവറീസ് ആണെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ആപത്ത് സംഭവിക്കാൻ പാടില്ലെന്നാണ് അവരും കരുതിയിരുന്നത്. ഈ സമയത്ത് പ്ലാന്റേഷൻ മാനേജർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വേദയോട് അയാൾക്ക് വല്ലാത്തെന്തോ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വേദ ജോലിക്ക് പോയില്ല. ആ സമയം വിക്രം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. വേദ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് അയാൾ പ്ലാന്റേഷൻ മാനേജർ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ പതുക്കെ പോയി കഥ തുറന്നു നോക്കുമ്പോഴത്തേനും പ്ലാന്റേഷൻ മാനേജർ അങ്ങനെ നിൽക്കുന്നു. വേദ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ചിരിയോട് കൂടിയിട്ട് അയാൾ വേദയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് വേദയോട് ഒറ്റയ്ക്കുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അനിയൻകുട്ടനകത്തുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അയാൾ അനിയൻകുട്ടനെ ഒട്ട് കണ്ടതുമില്ല. ഈ സമയം വേദ കാര്യം ചോദിച്ചു, എന്തായതെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇതുവഴി പോയപ്പോൾ വെറുതെ ഇവിടെ നിന്ന് കയറിയതാന്ന് പറഞ്ഞു. വേദയ്ക്ക് കാര്യം മനസ്സിലായി. വേദ അയാളോട് പറഞ്ഞു, അതെ ഞാനിപ്പോൾ തന്നെയുള്ളൂ, വിക്രം ജോലിക്ക് പോയേക്കുക, എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡ് വരട്ടെ, അതിനെന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദയ്ക്ക് മനസ്സിലായി ഇയാൾ പോകുന്ന മട്ടിൽ നിന്ന്. വേദയ്ക്ക് അവസാനം അയാളുടെ മട്ടും ഭാവം കണ്ടപ്പോൾ അത്ര പന്തിയായി തോന്നിയില്ല. വേദ ശക്തിയായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അയാൾക്കതൊരു വാശിയായിപ്പോയി.
നിന്നെ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നെ താൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭേദ താൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്നൊരു ചിന്തയായിരുന്നു. കാരണം ഏതൊരു അന്യനാട്ടിൽ നിന്ന് വന്ന് കിടക്കണമൊക്കെയല്ലേ. അപ്പോൾ വേറെ ഒരു ആശ്രയമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പോരാത്തന്നെ ജോലി ചെയ്യുന്ന അയാൾ മാനേജറായിട്ടിരിക്കുന്ന കമ്പനിയിലും അല്ലേ. പക്ഷേ വേദ ആരെ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അയാൾക്കറിയില്ലോ. അയാൾ ഓർത്തൊരു സാധാരണ പെൺകുട്ടി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് വേദയോട് കയറി മുട്ടാൻ പോയത്. വേദ എന്താണെങ്കിലും അയാളെ പൊളിച്ചടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടി കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ ഭേദയും വിക്രം അവരെ അന്വേഷിച്ച് സിയെയും കൂട്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ അനിയൻകുട്ടനെ കൂട്ടിക്കൊണ്ട് അവരവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. സിയെ വരുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവിടുന്ന് രക്ഷപ്പെടുവാണ്. അനിയൻകുട്ടി പഴയ പോലല്ല. അനിയൻകുട്ടന് സ്വബോധം വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യങ്ങളൊക്കെ അനിയൻകുട്ടനി വിളിച്ചു പറയാനായിട്ട് പോവുകയാണ്. ശങ്കരനാരായണൻ്റെ അടുത്ത് പോയി സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. തന്നെ ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്, അത് എന്തിനു വേണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ, പുളിക്കനെ കൊന്ന ആരാണ്, താൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.